നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടൻ ഗോപൻ മാങ്ങാട്ടിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. രഞ്ജിത്തിനെ അതിരൂക്ഷമായി പരിഹസിച്ചും ജയിലിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിച്ചുമാണ് ഗോപൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ കിടന്ന തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് രഞ്ജിത്തിന് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. 2002 രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി എറണാകുളം സബ് ജയിലിൽ കിടന്ന അനുഭവം ഗോപൻ വിവരിക്കുന്നുണ്ട്. 7 പേർ കിടക്കേണ്ട സെല്ലിൽ 20 പേർ, കടുത്ത ചൂട്, കൊതുക്, കഞ്ചാവിന്റെയും ബീഡിയുടെയും പുക. ഇതാണ് അവിടുത്തെ അവസ്ഥ. ജയിലിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഗതമോദി തെറിവിളിയും നടയടിയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയ തടവുകാരനായ തനിക്ക് കിട്ടിയ ഔദാര്യം ഒരു പെണ്ണുകേസ് പ്രതിയായ രഞ്ജിത്തിന് കിട്ടുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. 76 മുതലുള്ള SFI പാരമ്പര്യം അവിടെ വിളിച്ചു പറഞ്ഞ് തല്ലിന്റെ എണ്ണം കൂട്ടണ്ട എന്ന പരിഹാസം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. നേരത്തെയും രഞ്ജിത്തിനെതിരെ പരാതികൾ വന്നിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ലെന്ന് ഗോപൻ ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുംവഴി രഞ്ജിത്തിനെ പൊക്കിയത് കണ്ട് പോലീസിന് വലിയ ധൈര്യം വന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിലവിലെ ഭരണ സംവിധാനം മാറാൻ പോവുകയാണോ എന്ന് പോലീസിന് സൂചന കിട്ടിയതുകൊണ്ടാണോ അദ്ദേഹം പഴുതടച്ച അറസ്റ്റ് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. PT കുഞ്ഞുമുഹമ്മദിന്റെ കേസിലടക്കം കണ്ട പഴയ സമീപനമല്ല ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇത് കള്ളക്കേസാണെന്നും തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. ബലപ്രയോഗത്തിനുള്ള ശാരീരിക ശേഷി തനിക്കില്ലെന്നും ജാമ്യാപേക്ഷയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പോലീസ് റിപ്പോർട്ടിൽ കാരവാനിൽ വെച്ച് അതിക്രമം നടത്തിയെന്നും രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി 30 നടന്ന സംഭവത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിനിമയിലെ അധികാര കേന്ദ്രങ്ങൾ ഇത്തരം പരാതികളിൽ കുടുങ്ങുമ്പോൾ അത് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സ്വാധീനങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഗോപൻ മാങ്ങാട്ടിന്റെ വാക്കുകൾ വലിയ ചർച്ചയാവുകയാണ്. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം സത്യമാണോ അതോ അദ്ദേഹം പറയുന്നത് പോലെ ഗൂഢാലോചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. 80കളുടെ അവസാനം തിരക്കഥാകൃത്തായിട്ടാണ് രഞ്ജിത്ത് സിനിമയിലെത്തുന്നത്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ മുതൽ ദേവാസുരം വരെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകൾക്ക് തൂലിക ചലിപ്പിച്ചത് രഞ്ജിത്താണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കരിയറിലെ ഏറ്റവും വലിയ മാസ് വേഷങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ മംഗലശ്ശേരി നീലകണ്ഠൻ അടക്കം സൃഷ്ടിച്ചത് അദ്ദേഹമാണ്. എന്നാൽ ഇന്ന് ആ തിരക്കഥാകൃത്ത് തന്നെ ആ പീഡനക്കേസിൽ പ്രതിയായി നിൽക്കുന്നത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2001 രാവണപ്രഭുവിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച രഞ്ജിത്ത് പിന്നീട് നന്ദനം, തിരക്കഥ, പാലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ ക്ലാസിക് സിനിമകൾ സമ്മാനിച്ചു. ഇതിനോടകം തന്നെ നിരവധി സംസ്ഥാന, ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായി അദ്ദേഹം വളർന്നതും ഈ വിജയങ്ങളിലൂടെയാണ്. ഭരണപക്ഷത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം എപ്പോഴും ചർച്ചയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ലഭിച്ചത്. എന്നാൽ ഈ സ്ഥാനത്തിരിക്കുമ്പോഴാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉൾപ്പെടെയുള്ളവർ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതോടെ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയിൽ ഉയർന്ന ആദ്യത്തെ വലിയ തലയായിരുന്നു രഞ്ജിത്തിന്റേത്. യുവനടി നൽകിയ പരാതിയിൽ ജനുവരി 30 കാരവാനിൽ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ രഞ്ജിത്ത് പറയുന്നത് താൻ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ലെന്നും അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നുമാണ്. തനിക്ക് ശാരീരികമായി അത്തരമൊരു അതിക്രമം നടത്താൻ ശേഷിയില്ലെന്ന് കോടതിയിൽ അദ്ദേഹം വാദിച്ചെങ്കിലും പോലീസ് അത് തള്ളിക്കളയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻകാല സ്വഭാവങ്ങളെക്കുറിച്ച് മുമ്പും പല വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ടെന്ന് ഗോപൻ മാങ്ങാടിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. 14 ദിവസത്തെ റിമാൻഡ് എന്നത് രഞ്ജിത്തിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പീഡന ശ്രമത്തിനുള്ള വകുപ്പുകൾ പ്രകാരം 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കാൻ പോവുക. മലയാള സിനിമയിലെ ദേവാസുരങ്ങൾ സൃഷ്ടിച്ച രഞ്ജിത്ത് ഇന്ന് സ്വന്തം ജീവിതത്തിൽ ഒരു വില്ലൻ വേഷത്തിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്.